പാർട്ടിന്റെ ഒരു ലക്ഷ്യമാണ് എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ. അതിനുവേണ്ടി ഒരു വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക് വഴി സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും നരേന്ദ്രമോദിജി സൃഷ്ടിച്ച പദ്ധതികൾ കിട്ടാത്ത സ്ഥിതിയിൽ BJPന്റെ ഈ വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക് അവർക്ക് ലഭിക്കാൻ ഒരു മാർഗമായിട്ട് ഞങ്ങൾ സൃഷ്ടിച്ചു. 30 ജില്ലയിൽ ഈ ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ ലോഞ്ച് ചെയ്തു. അതിന്റെ ലോഞ്ച് ജൂണിലായിരുന്നു. ജൂൺ മുതൽ ഇന്ന് വരെ 20,000+ ജനങ്ങൾ വന്നു. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവരുടെ പദ്ധതികൾ, അവരുടെ അവകാശങ്ങൾ, അതിനുവേണ്ടി പാർട്ടി അവരെ സഹായിച്ചു. ഈ വികസിത ഹെൽപ്പ് ഡെസ്കിന്റെ ഒപ്പം എല്ലാ ആഴ്ച ബുധനാഴ്ച ഒരു മീറ്റ് ദ ലീഡർ പ്രോഗ്രാം ഈ സ്റ്റേറ്റ് ഓഫീസിൽ നടക്കും. 2 മണിക്കൂർ 2.5 മണിക്കൂർ ജനങ്ങൾ സാധാരണക്കാർ വന്ന് അവരുടെ പ്രശ്നങ്ങൾ കേരളത്തിന്റെ മന്ത്രിമാരും വിസിറ്റിംഗ് മന്ത്രിമാരും യൂണിയൻ ക്യാബിനറ്റിന്റെ മറ്റ് മന്ത്രിമാർ ഇവർ വരുമ്പോൾ ഈ മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിൽ അവർ പങ്കെടുക്കും. പ്രശ്നങ്ങളും ഇഷ്യൂസും എല്ലാം കേട്ട് അത് പരിഹരിക്കാൻ പാർട്ടി അവരെ സഹായിക്കും. അതിന്റെ ഒപ്പം മാസത്തിൽ ആദ്യത്തെ വ്യാഴാഴ്ച പട്ടാളക്കാരും അവരുടെ കുടുംബത്തിന്റെ അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആദ്യത്തെ വ്യാഴാഴ്ച ഇതേപോലെ ഒരു മീറ്റ് ദ ലീഡർ പ്രോഗ്രാം നടക്കും. അവർ വന്ന് പാർട്ടിന്റെ ഒപ്പം ഇരുന്ന് അവരുടെ പ്രശ്നങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് അതിന് പരിഹാരത്തിന് വേണ്ടി പാർട്ടി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. അതുപോലെ തന്നെ എല്ലാ മാസം 2ാമത്തെ വ്യാഴാഴ്ച സെക്കൻഡ് തേഴ്സ്ഡേ യൂത്ത് ഇഷ്യൂസിന് വേണ്ടി യുവാക്കൾ, യൂത്തിന്റെ പേരൻസ് ഇവിടെ വന്ന് പാർട്ടി സ്റ്റേറ്റ് ഓഫീസിൽ വന്ന് ലീഡർഷിപ്പിന്റെ ഒപ്പം ഇരുന്ന് അഡ്മിഷൻസ്, സ്കില്ലിംഗ്, വിദ്യാഭ്യാസ മേഖലയിലെ ഇഷ്യൂസും പ്രശ്നങ്ങളും അതെല്ലാം ഡിസ്കസ് ചെയ്യാൻ അവർക്കൊരു അവസരം കിട്ടും. അതിന്റെ പരിഹാരവും അതിന് വേണ്ടി കാര്യങ്ങൾ പാർട്ടി അതുപോലെ തന്നെ ചെയ്യും. വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക് ഇതിന്റെ ഇൻസ്പിറേഷൻ നരേന്ദ്രമോദിജിന്റെ രാഷ്ട്രീയവും നരേന്ദ്രമോദിജിന്റെ പ്രധാന സേവക്കായ കാര്യങ്ങളാണ്. BJPന്റെ രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച്, ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച്, അവരുടെ വിശ്വാസം നേടി അവരുടെ വോട്ട് അങ്ങനെ നേടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മുദ്രാവാക്യം പറഞ്ഞിട്ടോ വാഗ്ദാനം കൊടുത്തിട്ടല്ല ഞങ്ങൾ ജനങ്ങളെ ജനങ്ങളുടെ വിശ്വാസം പിടിക്കാൻ നോക്കുന്നത്. ഞങ്ങൾ അധ്വാനിക്കും. ഇത് ഞങ്ങൾ പഠിച്ചത് നരേന്ദ്രമോദിജിയാണ്. നരേന്ദ്രമോദിജിന്റെ രാഷ്ട്രം കഠിന അധ്വാനം, നിരാന്ത പരിശ്രമത്തിന്റെ രാഷ്ട്രമാണ്. അതിനുവേണ്ടി ഇതൊരു ഉദാഹരണമാണ് ഞങ്ങൾ മുമ്പിൽ വെക്കുന്നത്, അത് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്, അത് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്.